നമ്മൾ നെക്സ്റ്റ് +2 കെമിസ്ട്രിയിലെ പ്രാക്ടിക്കലിലെ ടൈട്രേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈട്രേഷനിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ബോട്ടിലൊരു സൊല്യൂഷൻ തരും. ഈ സൊല്യൂഷനിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ തരുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിൽ എത്ര ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് 3.6 gram per liter ഓഫ് HCl. നിങ്ങൾക്ക് 3.6 gram per liter, ഒരു ലിറ്ററിൽ 3.6 gram വെച്ച് HCl മിക്സ് ചെയ്ത ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ എമൗണ്ട് പറയുന്നുണ്ട്. ഇത് NaOH ആണ്, ഇയാളുടെ പറയുന്നില്ല. അപ്പോൾ ഇയാളുടെ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട NaOH ഒരു ബേസ് അല്ലേ, ബേസിനല്ലേ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് യൂസിങ് ആൻ ആസിഡ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ അസിഡിമെട്രി എന്ന് പറയും. ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് ബേസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് അസിഡിമെട്രി എന്ന് പറയും. തിരിച്ച് ആസിഡിനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ ആൽക്കലിമെട്രി എന്ന് പറയും. നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഈ സൊല്യൂഷൻ ബോർഡിൽ തന്നിരിക്കുന്ന NaOH എത്ര ഗ്രാം NaOH ആണ്, 1 ലിറ്ററിൽ എത്ര ഗ്രാം NaOH ആഡ് ചെയ്താണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുപിടിക്കണം. ഇത് വെറും ഒരു 20 ml സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ വേറെ ഒരു 10-20 ലിറ്റർ സൊല്യൂഷനിൽ നിന്ന് 20 ml എടുത്തതാണ്. അപ്പോൾ ആ ഹോൾ സൊല്യൂഷനിൽ എത്ര ഗ്രാം NaOH ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ NaOHൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. 1 ലിറ്ററിൽ എത്ര NaOH വെച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സൊല്യൂഷൻ ബോർഡിൽ തന്നിരിക്കുന്ന ആരാണോ അയാളെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ ബോർഡിൽ ബേസ് ആണ് തന്നിരിക്കുന്നത്. എപ്പോഴും ഒരു കാര്യം പഠിക്കുക, ബേസിനെ നിങ്ങൾ പിപ്പറ്റ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിലും ആസിഡിനെ ബ്യൂററ്റിലും എടുക്കുക. അപ്പോൾ ഇന്ന് ഇതിൽ ബേസാണ്. ആദ്യം തന്നിക്കുന്ന ആളെ മേക്കപ്പ് ചെയ്യണം. ഇത് 20 ml ആണ്. ഇതിനെ ആദ്യം നമ്മൾ 100 ml ആക്കി മാറ്റണം. എങ്ങനെയാണ് 100 ml ആക്കി മാറ്റുന്നത്? ചെയ്തേ മേക്കപ്പ് ചെയ്തേ. നമ്മൾ 100 ml ആക്കി മാറ്റാൻ വേണ്ടി ആദ്യം നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇതാണ് 100 ml എന്ന് പറഞ്ഞാൽ. അപ്പോൾ 100 ml മേക്കപ്പ് ചെയ്യാൻ പോകണം. ആദ്യം ഒരു ഫണൽ വയ്ക്കുക, ഗ്ലാസ്സിലോട്ട് വയ്ക്കുക. ഗ്ലാസ്സിലോട്ട് കൂടെ പതുക്കെ നമ്മളെ സൊല്യൂഷൻ ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് ഈ സൊല്യൂഷൻ ബോർഡിലൊക്കെ കഴുകി അതിലോട്ട് അങ്ങ് ഒഴിക്കണേ കേട്ടോ. എങ്കിലേ 100 ml ആവുകയുള്ളൂ. ഇപ്പോൾ 20 ml ഉള്ളൂ. 100 ml ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം. അത് എന്നിട്ട് ഈ സൊല്യൂഷൻ ബോർഡിൽ കുറച്ച് കഴുകുക, എന്നിട്ട് അതങ്ങ് ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് സൊല്യൂഷൻ ബോർഡിൽ എന്ത് ചെയ്യുക, കഴുകുക, അങ്ങ് ഒഴിക്കുക. കുറച്ച് സൊല്യൂഷൻ ബോർഡിൽ വെള്ളം ഒഴിക്കുക, കഴുകുക, അതിലോട്ട് അങ്ങ് ഒഴിക്കുക. ഫണലൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുക. എന്നിട്ടും താണ്ട് ഇതിൽ 100 ml ആകത്തില്ല. നോക്കിയാൽ നിങ്ങളിപ്പോൾ ഇതിൽ നോക്കിയേ 100 ml ആകത്തില്ല. എന്നിട്ട് ഈ വര വരുമ്പോഴാണ് 100 ml ആകുന്നത്. ഈ വര നിങ്ങൾ എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ച് അടയ്ക്കുക, നന്നായിട്ട് കുലുക്കുക. ഓക്കെ, ആഡ് ചെയ്തോ. ഓക്കെ, അപ്പം നിങ്ങൾ ആ ലൈൻ വരെ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, 100 ml ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടപ്പിങ്ങനെ അടയ്ക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. എങ്ങനെ വേണം നിങ്ങൾക്ക് ആക്കാം, തറലിട്ട് പൊട്ടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ഓക്കെ, മേക്കപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മേക്കപ്പ് ചെയ്ത് അത് നന്നൊരു സൊല്യൂഷൻ എന്ത് ചെയ്യും, മിക്സ് ആവും. നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് മിക്സ് ആക്കാം, തറലിട്ട് പൊട്ടിക്കരുത്. വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൽ ചെയ്യുമ്പോൾ സാധനങ്ങളൊന്നും പൊട്ടിക്കരുത്. ടൈട്രേഷനിൽ എസ്പെഷ്യലി കുറച്ചും കൂടെ കെയർ കൊടുത്ത് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ബേസ് NaOH മിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ആസിഡിനെ നിങ്ങൾ ബ്യൂററ്റിൽ എടുക്കണം. ഈ ബ്യൂററ്റ് എത്രയാണ്, 50 ml ബ്യൂററ്റാണുള്ളത്. ഇതിൽ 50 ml നിറയെ ആസിഡ് നിറയ്ക്കണം. അതിന് മുമ്പ് ആദ്യം കുറച്ച് ആസിഡ് ബ്യൂററ്റിൽ ഒഴിച്ച് ബ്യൂററ്റ് ഒന്ന് റിൻസ് ചെയ്യുക. കുറച്ച് ആസിഡ് ബ്യൂററ്റിൽ ഒഴിച്ച് ബ്യൂററ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് 50 ml അതിൽ ഫില്ല് ചെയ്തേ. ഓക്കെ, കുറച്ച് ആസിഡ് ഒഴിച്ച് റിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബ്യൂററ്റ് ഇങ്ങനെ എടുത്തിട്ട് ആക്കുക. ബ്യൂററ്റിൽ ഫുൾ എന്ത് ചെയ്യുക, ഒന്ന് ആസിഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആകാൻ വേണ്ടിയാ. ആസിഡ് എന്ത് ചെയ്യുക, ഒന്ന് റിൻസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, 50 ml ആസിഡ് എന്ത് ചെയ്യുക, അതിലോട്ട് ഫില്ല് ചെയ്യുക. എപ്പോഴും ആസിഡ് വേണം ബ്യൂററ്റിൽ എടുക്കാൻ വേണ്ടി. ആസിഡ് ബ്യൂററ്റിലോട്ട് ഫില്ല് ചെയ്ത്, ആസിഡ് വേണം എപ്പോഴും ബ്യൂററ്റിൽ എടുക്കാൻ വേണ്ടി ഫില്ല് ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിൻസ് ചെയ്ത് ആസിഡ് കളഞ്ഞിട്ട് എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്താൽ മതി. അതിൽ 0 റീഡിങ് വരെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് എന്താ നോക്കിയാൽ മതി. കറക്റ്റ് അത് 0 ഇത്രയാകുമ്പോൾ 50 ml കറക്റ്റ് 0 റീഡിങ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ 50 ml ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആസിഡ് ബ്യൂററ്റിലെടുത്തു. ഇനി ഇതിൽ ബേസാണ്. ബേസിനെ നിങ്ങൾ പിപ്പറ്റ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കണം. ബേസിനെ പിപ്പറ്റ് ചെയ്ത് എവിടെ എടുക്കണം, കോണിക്കൽ ഫ്ലാസ്കിൽ. അപ്പം ബേസിനെ പിപ്പറ്റ് ചെയ്യുക. പിപ്പറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിപ്പറ്റ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, പിപ്പറ്റ് ചെയ്യുക.
20 ml ആണ് പിപ്പറ്റ് ചെയ്യുന്നത്. പിപ്പറ്റിൽ ഒരു റൗണ്ട് ഉണ്ട്, അതുവരെ നിങ്ങൾ എന്ത് പിപ്പറ്റ് ചെയ്യുക. എല്ലാവർക്കും പിപ്പറ്റ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 20 ml ആയിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യുക, കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിനോഫ്താലിനാണ്. ഫിനോഫ്താലിൻ എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്, പക്ഷേ ബേസിൽ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളറാവും. ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിലിപ്പം എന്തുണ്ട്, ബ്യൂററ്റിൽ ആസിഡ്. എപ്പോഴും ശ്രദ്ധിക്കുക, ബ്യൂററ്റിൽ ആസിഡ് എടുക്കാവൂ. കോണിക്കൽ ഫ്ലാസ്കിൽ എന്തുകൊണ്ട്, ബേസും ഉണ്ട്. നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്, ഫിനോഫ്താലിൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഫിനോഫ്താലിന് ആഡ് ചെയ്യുമ്പോൾ, ബേസിൽ ഫിനോഫ്താലിന് ആഡ് ചെയ്യുമ്പോൾ 2-3 ഡ്രോപ്പ് ആഡ് ചെയ്യുക. അപ്പം ബേസിൽ എന്ത് കിട്ടും, പിങ്ക് കളർ കിട്ടും. 2-3 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ ഡ്രോപ്പ് ആഡ് ചെയ്താൽ 3 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്താൽ മതി, ഇനഫ്. ഓക്കെ, എന്നിട്ട് ഈ ആസിഡിനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ബേസിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. അണ്ടിൽ ഈ പിങ്ക് കളർലെസ് ആകുന്നവരെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കുറച്ച് തുറന്നു വിടുക. ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് പതുക്കെ ഡ്രോപ്പ് ബൈ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് തുടക്കത്തിൽ ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്പീഡിൽ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എവിടെ വെച്ചാണോ അത് കളർലെസ് ആവുന്ന ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, നോക്കിയേ. അപ്പോൾ കളർ ചേഞ്ച് ആകുമ്പോൾ ആ പോയിന്റ് നിങ്ങൾ നോക്കുക. ഇവിടെ ഇപ്പം കളർ ചേഞ്ച് ആയിരിക്കുന്നത് 20.5, ഓൾമോസ്റ്റ് 20.5. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 20.5 അല്ല, സോറി 20.6. നമ്മൾ ഇങ്ങനെ ചന്ദ്രക്കല പോലെ വരും, അതിൻ്റെ ലോവർ മിനിസ്കസ് വേണം എടുക്കാൻ. 20.6 കളർ ചേഞ്ച് ആയത്. ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. 20.6 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്നിട്ട് കോണിക്കൽ ഫ്ലാസ്കിലുള്ളതിനെ കളയുക, കഴുകുക. വീണ്ടും 20 ml പിപ്പറ്റ് ചെയ്യുക. കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിച്ച് ഫിനോഫ്താലിന് ആഡ് ചെയ്യുക. ബ്യൂററ്റ് വീണ്ടും 100 ml ആക്കുക. ഓക്കെ, ബ്യൂററ്റ് വീണ്ടും 100 ml ആക്കുക. ഇതെന്ത് ചെയ്യുക, കഴുകി കളയുക. ഇതിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, 20 ml പിപ്പറ്റ് ചെയ്തെടുക്കുക. വീണ്ടും ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ബ്യൂററ്റിലൊന്ന് 50 ml ആയിക്കേ, വീണ്ടും 150 ml ആയിക്കേ. ബ്യൂററ്റിൽ വീണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. വീണ്ടും 20 ml എന്ത് ചെയ്യുക, പിപ്പറ്റ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നു. വീണ്ടും ഫിനോഫ്താലിന് ആഡ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. 3 പ്രാവശ്യം ചെയ്യുമ്പം ഒരേപോലത്തെ 2 പ്രാവശ്യം ഒരേപോലത്തെ വേലി കിട്ടണം. കൺകോർഡന്റ് വേല്യൂ എന്ന് പറയും. 2 പ്രാവശ്യം ഒരേപോലെ വേലി കിട്ടിയാൽ നിങ്ങൾ എക്സാക്റ്റ് കറക്റ്റ് ആണ്. ഇൻ കേസ് 2 പ്രാവശ്യം ഒരേപോലെ വേലി വന്നില്ല എങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് 3 പ്രാവശ്യം കിട്ടിയ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുക. അതിന് കൺകോർഡന്റ് വാല്യൂ ആയിട്ട് എടുക്കുക. കൺകോർഡന്റ് തന്നെ ഒരേപോലെ കിട്ടുന്ന വാല്യൂ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് 2 പ്രാവശ്യം ഒരേപോലെ വാല്യൂ കിട്ടും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, ഫിനോഫ്താലിന് ആഡ് ചെയ്യുക. നേരത്തെ പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക, വയ്ക്കുക, ടൈട്രേറ്റ് ചെയ്യുക. ആസിഡ് ആഡ് ചെയ്ത് എന്ത് ചെയ്യുക, ടൈട്രേറ്റ് ചെയ്യുക. ആ എൻ്റെ പോയിന്റ് കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, വളരെ സാവധാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക. അഗൈൻ വീണ്ടും സൊല്യൂഷൻ കളർലെസ് ആയിട്ടുണ്ട്. എക്സാക്റ്റ് വാല്യൂ 20.5 ആണോ 6 ആണോ? കറക്റ്റ്. ഇവിടെ 20.6 തന്നെയാണ് കിട്ടിയിട്ടുള്ള കറക്റ്റ്. അപ്പോൾ 2 പ്രാവശ്യം ഒരേപോലെ വാല്യൂ കിട്ടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ 2 പ്രാവശ്യം 20.6 തന്നെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് കറക്റ്റാണ്. നമ്മുടെ ടൈട്രേറ്റ് ചെയ്തപ്പോൾ HClൻ്റെ വോളിയം എത്രയാണ്, 20.6. ഇത്രയേ ഉള്ളൂ ടൈട്രേഷൻ. ഇനി ബാക്കി കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ കാണുക. ബാക്കി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ പോലുണ്ടായിരുന്ന NaOHൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും. ഇത്രയേ ഉള്ളൂ ടൈട്രേഷൻ. ടൈട്രേഷൻ ചെയ്യാൻ മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അത് വളരെ ശ്രദ്ധിച്ച് അങ്ങ് ചെയ്യുക. 1-2 പോയിന്റിലേക്ക് വ്യത്യാസം വന്നാലും വലിയ പ്രശ്നമില്ല. ശ്രദ്ധിച്ച് ചെയ്യുക, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ആരും അഡ്ജസ്റ്റ് ചെയ്യരുത്, കറക്റ്റായിട്ട് ചെയ്യുക, കിട്ടും. ഇനി ഇതിൽ ആദ്യം നിങ്ങൾ 100 ml മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇതിൽ എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ലെവൽ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, 100 ml ഇപ്പം കണ്ടോ, ഇപ്പോൾ 100 ml കൂടി. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. വാല്യൂ കൂടിയെന്ന് പറഞ്ഞാൽ കുറച്ച് കളഞ്ഞാൽ കോൺസെൻട്രേഷൻ തെറ്റും. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ആക്കും അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. വളരെ പതുക്കെ കുറച്ചങ്ങ് ഒഴിച്ച് അവസാനം അതിൻ്റെ അടുത്ത അവാറാകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, കയ്യിൽ കുറച്ച് വാട്ടർ കയ്യിലെടുത്തിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ, കുറച്ച് എക്സ്പെർട്ട് അല്ലാത്ത കുട്ടികൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് എന്താണ്, കറക്റ്റ് ഇവിടെ ഒരു 100 ml വന്ന് നിൽക്കാൻ പറ്റും. അപ്പം നമ്മളൊക്കെ കുറേ വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട. ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 100 ml നിങ്ങൾക്ക് വന്ന് നിർത്താൻ പറ്റും, പോകത്തില്ല. അതിന് കുറച്ച് താഴെ വെച്ച് കയ്യിൽ വെച്ച് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്താൽ 100 ml. എപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന പ്രശ്നമാണ് ഇതിലെങ്ങ് ആഡ് ചെയ്ത് കൂടിപ്പോൾ. അതങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, നമുക്ക് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ഇനി ആൽക്കലിമെട്രി ചെയ്യാം. ഇനി മീഥൈൽ ഓറഞ്ച് എപ്പോൾ യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ ടൈട്രേഷനൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.